ദീപുവിനും ശരണ്യക്കും വിവാഹമംഗള ആശംസകളെന്ന്. എന്റെ മകൻ കെട്ടേണ്ട പെണ്ണിനെയാണ് യവൻ കെട്ടിയത്. എന്റെ മോന്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടി യവൻ ചെന്ന് പെണ്ണിനെയും കണ്ടിട്ട് ഇറങ്ങുന്ന നേരത്തെ എന്റെ ചെറുക്കന്റെ മുണ്ടിലോട്ട് ഒരൊറ്റ ചവിട്ട് അവന്റെ മുണ്ടഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ കൂടെ വന്ന യവൻ പറഞ്ഞ്, ചെറുക്കനെ കാണാൻ എങ്ങനെയുണ്ട്? മുഴുവൻ കാളാറ്റി നിൽക്കുന്ന ചെറുക്കൻ ആർക്ക് ഇഷ്ടപ്പെടും? വേണ്ട, എന്റെ മോനെ തേച്ച്. അതുകൊണ്ട് എന്ത്, ഇന്ന് അവ ഇപ്പൊ ഇവിടെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിന്റെ മുറ്റത്തൂടെയാണ് അവന്റെ വീട്ടിലോട്ട് പോകാനുള്ളത്. വഴി ഞാൻ അങ്ങ് അടച്ച്. ഇനി അവൻ ഏത് വഴി പെണ്ണിനെ കൊണ്ടുവരണമെന്ന് എനിക്ക് അടുത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം, മറുവീടിന് പൊറോട്ട ഇറച്ചി തിന്നാൻ വേണ്ടി വന്ന ടീമല്ലേ. ഒന്നും ഇതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. ഞാനാണ് പറയണത്, സുഭദ്രയാണ് പറയണത്, ഒന്നും ഇതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. അവ ഇതിലെ പെണ്ണിനെ കൊണ്ടുവരണം എനിക്കൊന്ന് കാണണം. എനിക്ക് ശിവുവിന്റെ അമ്മയെ പേടിയാണോ? ശിവുവിന്റെ അമ്മയെ പേടിയാണോ? ഞാൻ പേടിക്കേണ്ട കാര്യമില്ലടാ. എടാ നമ്മളൊരു തറവാടികളല്ലേടാ, നമുക്കൊരു അന്തസ്സില്ലേടാ. എടാ നമ്മൾ ആണുങ്ങളല്ലേടാ, ഒന്നുമില്ലെങ്കിൽ പേടിക്കണം എന്തിനാ? എടാ നമുക്ക് വഴി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴിവെട്ടിപ്പോവും. അങ്ങനത്തെ തറവാടുകാരാടാ നമ്മൾ. നിനക്ക് പാപ്പനില്ലേടാ? പാപ്പനില്ലേ നിനക്ക്? നിനക്ക് ഇതിലേ തന്നെ പോണോന്ന് എന്തിനാ ഇത്ര പിടിവാശി? വേറെ വഴിയില്ലേ? ഇവിടെ വഴിയില്ലാത്ത സ്ഥലം ഇത് തന്നെ പോണം. ഒരാൾ നിൽക്കുന്ന കണ്ടോ? ഈ KPSCയുടെ എംബ്ലം നിൽക്കുന്ന ആളൊക്കെ നിൽക്കുന്ന കണ്ടോ? ഇതിലെ തന്നെ പോണം. അവർക്ക് എന്തോ മനസ്സിൽ ഉദ്ദേശമുണ്ട്, അത് മനസ്സിലാക്കണം. പാപ്പനല്ലേ പാപ്പ എനിക്ക് വഴി ശരിയാക്കി തരാൻ പറഞ്ഞു. അവര് വാക്കല്ലാതെ നിപ്പാണ് സ്ത്രീ. ഞാൻ ഒരു ഫുള്ള് എടുത്തു തരാം, ശരിയാക്കി താ വഴി. പേരെങ്ങനെയാടാ? പേര് സുഭദ്രാമ്മ. സുഭദ്രേക്കോ? നിങ്ങളാരാ? പാപ്പനായിട്ട് വരും. ഒരു 4 മണിക്ക് ഞാൻ ചായ കുടിക്കുമ്പോ ബാ. അതെന്ത് പാപ്പായിട്ട് വരുമോ? ഈ കല്യാണച്ചക്കന്റെ പാപ്പനായിട്ട് വരും. ചെറുക്കനും പെണ്ണിന് വഴി കൊടുക്ക്. അവന് വഴി കൊടുക്കാൻ അവനെന്തോന്ന് മൂട്ടുപോയല്ല. മോട്ടുപോയില്ല. മര്യാദക്ക് ചെറുക്കനും പെണ്ണിന് വഴി കൊടുക്കണം. ഇവിടെ വഴി കൊടുക്കാൻ ഈ ആരുടെ വീട്ടിന് മുമ്പിലാണ് വന്ന് നിന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈ വീടിന്റെ അന്തസ്സ് നിങ്ങൾക്കറിയാമോ? ദീപുവിനറിയാം എന്റെ വീടിന്റെ അന്തസ്സ്. നിങ്ങൾ അങ്ങോട്ട് നോക്ക്. എന്റെ വീട്ടിന്റെ ബേസ്മെന്റ് റിട്ടയർഡ് തഹസീൽദാർ സുകുമാരൻ നായർ ഉണ്ടാക്കിയത്. വീട്ടിന്റെ കട്ടളപ്പടി റിട്ടയർഡ് പ്രൊഫസർ വേണു നായർ ഉണ്ടാക്കിയത്. മേൽക്കൂര എന്റെ സഹോദരൻ KSRTC ഉദ്യോഗസ്ഥൻ രാഘവൻ ഉണ്ടാക്കിയത്. അവരെ ഉണ്ടാക്കിയ കഥയും കേട്ടോണ്ട് എന്തിനാ കിടന്ന് ഓടുന്ന? നിങ്ങളെ ഉണ്ടാക്കിയ കഥ കേൾക്കാൻ വേണ്ടി വന്നതല്ലേ? ചെറുക്കനും പെണ്ണിനും മര്യാദയ്ക്ക് വഴി കൊടുക്കണം. അവർക്ക് പോണ്ടേ, അവർക്ക് ജീവിതം ആരംഭിക്കണ്ടേ? എനിക്ക് എന്റെ വാവയെ കാണണം. വാവേ, എന്റെ വാവേ. കല്യാണം കഴിഞ്ഞ് 10 മിനിറ്റ് ആയതേലോടാ, വീട്ടിൽ പോലും കേറില്ല. നിനക്ക് വാവേ വേണമെന്ന് പറഞ്ഞ് എങ്ങനെ കരുതാ? അങ്ങനെയാ? അതല്ല, കാലിരിക്കുന്ന എന്റെ കല്യാണ പെണ്ണില്ലേ, അവളെ ചെല്ലപ്പേരാണ് വാവ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സംസാരിച്ച് ഡീൽ ചെയ്യടാ. നിങ്ങൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പെണ്ണ് ഇതുവഴി ഒന്ന് പോവാൻ നിങ്ങൾ അനുവാദം തരുമോ? ദീപു, നീയും ശുഭു എനിക്ക് ഒരുപോലെയാണ്. നീ അഗ്നിസാക്ഷിയാക്കി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇവിടെ മറികടക്കണ്ടെന്ന് പറയൂടാ. അതല്ലേ തറവാടിയാണെന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. സുഭദ്രമ്മ അങ്ങനെ തടയൊന്നുമില്ല, നമുക്ക് പൊക്കൂടി. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഈ നിക്കർ ഇട്ടോണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല, അതാണ് കാണാത്ത. നിക്കറല്ല, തന്നെ ഇവിടെ കണ്ടിട്ടില്ല. അല്ല, എന്നെ കാണാത്ത കാര്യം ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ഞാനൊരു വകയിലൊരു പാപ്പനാണ്. ആരടാ ഈ കണാപ്പൻ? ഇതെന്റെ പാപ്പൈ. പാപ്പനെ കുറിച്ച് അറിയണമെങ്കിലേ കോട്ടയത്ത് പോയി തിരക്കണം, അറിയാമോ? പാപ്പൻ ഒന്നിങ്ങ് വരൂ. എന്തോ ഒരു 500 രൂപ. എന്തിനാണ് 500 രൂപ? നിങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി കോട്ടയം വരെ വേണ്ടേ? ഓട്ടയ്ക്ക് പൈസ കൊടുക്കണ്ടേ? ഇവിടെ അടുത്ത 50 രൂപ ഓട്ടത്തിനല്ലടാ പറയാനുള്ള. 500 രൂപ ഓട്ട കോട്ടയത്തൊക്കെ എന്തിനാ പറഞ്ഞ? ഞാൻ പാപ്പനെ പറ്റി കയറ്റി പറയുന്നതല്ലേ. പാപ്പൻ ഞാൻ മാറിയതാണ്. അതെ, ഈ പാപ്പൻ ആരാന്ന് അറിയാമോ? ഇല്ല. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് പാപ്പൻ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, വലത്തോട്ട് മാറി, വലത്തോട്ട് തിരിഞ്ഞു. പാടാ പാടാ പാടാ. പാപ്പ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സുഭദ്രമ്മ ഇല്ലേ, പഴയ കളരിയാ. കുറച്ചുകൂടെ കഴിഞ്ഞ് പണഞ്ഞാ മതിയായിരുന്നല്ലോ. എടാ, ഈ കളവിപ്പായിട്ട് അറിയാവുന്ന ഈ കളവി എടുത്താണ് എന്നെ കൊണ്ട് പറഞ്ഞു വന്നാണ്. എടാ, ജംഗ്ഷനിൽ ഇട്ട് കളരി പഠിക്കുന്ന പയ്യന്മാർ എന്നെ കഴിഞ്ഞ ആഴ്ച തല്ലിയതേ ഉള്ളെന്ന്. നിന്നാളാ ചന്ന പിന്നെ അടിച്ചോ ഞാൻ വരും. പാപ്പം കരോട്ടക്കാരനല്ലേ, സ്റ്റെപ്പ് വെച്ച് ഇടിച്ചൊക്കെ തള്ളിക്കൂടായിരുന്നു അവന്മാരാ. ഇത് നിലത്ത് നിർത്തിയാലേ സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ. യവന്മാർ ഇങ്ങനെ ഏർലിട്ടല്ലേ ഇരിക്കുന്ന. പിറ്റേ ദിവസം ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പോ എല്ലാം കൂടെ നിരന്നിരിക്കുന്നു. മിണ്ടിയില്ലല്ല. അല്ല, ഞാൻ മിണ്ടിയില്ല. തലേസവന്മാർ ഫസ്റ്റ് വായിലല്ലേ ഇടിച്ച. ഓ, സിലോപ്പി മീൻ കിടക്കായി പോയടാ. വാടാ വാടാ വാടാ. കഴിഞ്ഞില്ലടാ. ഒരു ഹെലികോപ്റ്റർ വിളിച്ചല്ലോ, നീ ഇറങ്ങടാ അവിടെ വീട്ടിൽ ഇറങ്ങി. നമ്മുടെ വീട്ടിൽ ഹെലിപ്പാഡ് ഇല്ല.
എടാ കയറ് കെട്ടി ഇറങ്ങണം, അതേ നടക്കും. അല്ലാതെ ഈ ദിനോസറിനെ ചാടി എങ്ങനെയാണ് അപ്പുറത്ത് പോണത്? അവനിപ്പോ അവന്റെ പെണ്ണിനെ കണ്ടിടാൻ വയ്യ. യവ ഒറ്റ ഒരുത്തൻ കാരണം എന്റെ മോൻ ഷിബു ഇപ്പൊ അങ്ങ് ബോംബെയില്ല, കഷ്ടപ്പെടുക. അവനെ നോക്കാൻ അവന്റെ മാമൻ മാത്രമേ ഉള്ളൂ, ബാലൻ ബോംബെയില്. അതായിരിക്കുമല്ലേ ഇപ്പൊ ബോംബെ വാല ചോദിച്ചതേ ഉള്ളൂ, അല്ല അറിയാത്തോണ്ട് ചോദിച്ചാ. എടാ, ഈ പെണ്ണിനെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്ത് യോഗ്യതയെന്നാ? നിങ്ങളെ മോൻ ആറ്റിറ്റ്യൂഡ് ഇല്ല, എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആര് പറഞ്ഞു എന്റെ മോൻ ആറ്റിറ്റ്യൂഡ് ഇല്ലെന്ന്? അവൻ രാവിലെ സോപ്പും തോർത്തും വെളിച്ചെണ്ണ എടുത്തോണ്ട് നേരെ ആറ്റിപ്പോയിട്ടാണോടാ. ഹലോ, അതല്ല ആറ്റിറ്റ്യൂഡ്. ഞാൻ കാണിച്ച ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വേണ്ടേ, ഇത് ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇത് വേറൊരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇത് വേറൊരു ആറ്റിറ്റ്യൂഡ്. ഓ, ഈ സംഭവം നീ പെണ്ണിനെ കാണിച്ചടാ, കല്യാണ പെണ്ണിനെ? ഇല്ല പാപ്പ, കാണിച്ചു. ഓ ഭാഗ്യം, അതുകൊണ്ട് കല്യാണം നടന്നു. നടക്കട്ടെ നടക്കട്ടെ ആറ്റിറ്റ്യൂഡ്. എന്തിനാ കരയുന്നേ സുഭദ്രക്ക? ഷിബുവിനെ ഓർത്ത് കരഞ്ഞു പോയതാ. എന്തു പറ്റി? ഷിബു ജനിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നിങ്ങള്? ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞ് എന്നെ ജനിച്ചിഞ്ഞ് വരിക എന്ന് പറഞ്ഞു വിദ്യാഭ്യാസ ചെലവില്ലല്ലോ, ഡിഗ്രിക്ക് പഠിച്ചല്ലേ വന്നത്. അതാണോ ഞാൻ പറഞ്ഞത്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഷിബുവിനെ പ്രസവിച്ചത്. ഈ കോന്തനല്ലാതെ ഈ പെണ്ണിന് വേറെ ഒരുത്തരം കിട്ടിയില്ലേ? എവിടെ പെമ്പുള്ളവരുണ്ടോ അവിടെ പോയി വായും പൊളിച്ചോണ്ടിരിക്കുവോ? അങ്ങനെ സംസാരിക്കരുത് അമ്മ. ഈ പാപ്പന്റെ മോച്ച് എന്നെ അങ്ങനെ കളിയാക്കരുത്. ഈ പെണ്ണുങ്ങളെ മൊത്തം പാപ്പ, ഞാൻ ഒരു പെണ്ണുങ്ങളെ മുഖത്ത് പോലും ഞാൻ നോക്കൂല. ഈ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല 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 ഇഷ്ടമില്ല. ഇപ്പൊ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കത്തില്ലെന്ന്. എവരെയും കൊണ്ട് ഞാൻ മധുരക്ക് ടൂറിന് പോയി ട്രെയിനില് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോ അനൗൺസ്മെന്റ്, ഇത് കേട്ടതും ഇതാരാണ് വിളിച്ചു പറയണമെന്ന് അറിയാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകൾ കോറും നേരെ ഇറങ്ങിയവനാണ്. പെണ്ണുങ്ങളെ മുഖത്ത് മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഒരു പെണ്ണിന്റെ അനൗൺസ്മെന്റ് കേട്ടോണ്ട് എടുത്താടി ഓടുന്ന ട്രെയിൻ മൊത്തം കയറിയത്. ഒരു പെണ്ണിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു പടമോ കേട്ട് കഴിച്ച് അങ്ങനെ ആയിരുന്നു ഓടുക ചെയ്യേണ്ടത്. ആരെന്നറിയാം? ഈ അനൗൺസ് ചെയ്യുന്ന പെണ്ണ് ഈ ട്രെയിനിന്റെ ഫ്രണ്ട് എഞ്ചിനിലല്ലേ ഇരിക്കുന്ന? അല്ലേ? അല്ല, ഞാൻ ചോദിച്ചതാണ് കാര്യം. അവന്റെ ആരെന്ന് പറഞ്ഞത്? പാപ്പൻ. പാപ്പനും കണക്ക് തന്നെ മരുമോനും കണക്ക് തന്നെ. എനിക്കിപ്പോ അതല്ല, എന്റെ മോൻ ഷിബു രക്ഷപ്പെട്ടു. ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവും, ഇവൻ ജോലിക്കൊന്നും പോകത്തില്ല. അത് വിട്. പെണ്ണിനെ പൊന്നെ പോലെ പോറ്റായി ചെറുക്കന് കഴിവുണ്ട്. മക്കളെ ഇപ്പൊ എന്തോടാ ജോലി? എനിക്ക് സീസൺ വർക്കല്ലേ പാപ്പ? സീസൺ വർക്ക് നല്ല ജോലിയാ. എന്തോടാ സീസൺ വർക്ക് എന്ന് വെച്ചാ? ഓലകെട്ടും പതിനെപ്പാട്ടും. പാപ്പൻ എന്താണ് ആലോചിക്കുന്നത്? അല്ല, ആ കല്യാണ പെണ്ണിന്റെ കാര്യം ആലോചിക്കണം. എന്ത് പറ്റി? റേഷൻ അരിയിലെ കല്ല് പറയ്ക്ക് ആ പെണ്ണിന്റെ ഊപ്പാട് വരും. ഒന്നും മറന്നു പോയടാ. നിനക്ക് കരപ്പം വന്ന് 2ാം ക്ലാസ്സിൽ കിടക്കുമ്പോ വേപ്പില പറിച്ച് നിന്റെ കരപ്പം മാറ്റി തന്നത് ഈ സുഭദ്രപ്പേടാ. ആവശ്യമില്ലാത്ത പാപ്പൻ എന്താണപ്പാ? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊന്നും അല്ല കരപ്പം വന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കരപ്പം വരുന്നത്. സത്യത്തിൽ അതെ, 2 വേപ്പിലാണ് ഞാൻ അരച്ചു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ അച്ഛന് ട്രാൻസ്ഫർ ആയിട്ട് ബോംബെയിലോട്ട് പോയില്ലേ, പിന്നെ അവിടെ ആയിരുന്നു പഠിത്തം നോക്കാം. ബോംബെ 2 വേപ്പിലാണ് ഞാൻ അരച്ചു കൊടുത്തത്. പിന്നെ ഈ ബോംബെയിൽ നിന്ന് വന്ന് നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടാണ് ഞാൻ ഡിഗ്രി പാസ്സായത്. അതെ, ഞാൻ 2 വേപ്പില അരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ നേരെ അമേരിക്കയിലോട്ട് പോയത്. നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ടാണല്ലോ ഞാൻ ഡിഗ്രി എടുത്തത്. പാപ്പ, തമിഴ്നാട്ടിൽ വന്നാണ് ഞാൻ ഡിഗ്രി എടുത്തത്. പാപ്പ, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡിഗ്രി എടുത്തത് പറഞ്ഞിട്ട് പാപ്പ എന്ത് മൈൻഡ് ചെയ്യാത്തത്? നിന്റെ തമിഴ്നാട്ടിലെ ഡിഗ്രി 2 പേപ്പറെ കൊണ്ട് അമേരിക്ക പോയിട്ട് വന്നിട്ടുള്ളൂ ഈ സ്ത്രീ. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് നിന്റെ തമിഴ്നാട്ടിലെ ഡിഗ്രി. അത് ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യം തോന്നുന്നു. എനിക്ക് ഒന്നിനും വയ്യത്. എന്റെ വാവച്ചി ഇപ്പൊ ചിരിക്കുന്ന കരയുന്ന എനിക്ക് അറിയാമോ? എല്ലാരും മാവച്ചല്ലേ ചിരിക്കക്കരയും ചെയ്യുന്ന, പിന്നെന്തോടാ? അയ്യോ, അതല്ല എന്റെ പെണ്ണ് വാവച്ചില്ലേ ഭാര്യ, അവള് ചിരിക്കുന്ന കരയെന്ന് അത് അവിടെ കാണാതെ ഓടൊന്നുമില്ല. അവനിപ്പോ വാവച്ചയെ കണ്ടോളാൻ വയ്യ. അവ എന്റെ മോന്റെ കൂടെ പെണ്ണാണ് പോയിട്ട് അവിടെ തിരിച്ചു അങ്ങ് പമ്പല്ലേ. മനസ്സിലായടാ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒരു തേങ്ങ മനസ്സിലായില്ല. ഒന്നുകൂടെ ഒന്ന് പറയാവോ? 22 വർഷങ്ങൾക്ക് മുമ്പ് ദീപുവിന്റെ അച്ഛൻ എന്നെ കളഞ്ഞിട്ട് പോയി. 6 വർഷം കഴിഞ്ഞാണ് ഷിബു ജനിക്കുന്നത്. അല്ല, അതിന് ലോജിക്കിന്റെ വിഷയമുണ്ട്. നമ്മളെ പുള്ളി കളഞ്ഞിട്ട് പോയ ശേഷം 6 കൊല്ലം കഴിഞ്ഞ് കറക്റ്റ് അല്ല. അയ്യോ, കേറി പോണ്ട. ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ആണല്ലേ? ഞാൻ നോക്കിയപ്പോ കവറും തൂക്കി പിടിച്ചോണ്ട് വരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ അടുക്കളയിൽ നിൽക്കായിരുന്നു. വന്ന് ചോറ് ചോദിച്ചു. ഞാൻ ചോറെടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി. മൈൻഡ് ചെയ്തില്ലേ? ഇത് കഴിഞ്ഞ് ചോറ് കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. പായും തലയും കൊണ്ടിട്ടു. ഞാൻ മൈൻഡ് ചെയ്തില്ലേ. രാവിലെ എനിക്ക് ടാറ്റയും കാണിച്ച് ഒറ്റ പോക്ക്. അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്താന്നറിഞ്ഞൂടാ, 10 മാസം കഴിഞ്ഞപ്പോ ഷിബുവിനെ എനിക്ക് കിട്ടി. എങ്ങനാ എന്തോ. ഈ ഷിബുവിന്റെ അച്ഛൻ വന്നപ്പോ ഒരു കവർ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ? കൊണ്ടുവന്നായിരുന്നു. ആ കവറിൽ ഇനി ഉണ്ടായിരുന്ന ആ ഷിബു മൈൻഡ് ചെയ്തില്ല പോലും. അല്ല, നിങ്ങളെ വിവേകാനന്ദ ബന്ധ സംപ്രദനം ചെയ്തിട്ടുണ്ടോ? മനസ്സിലായില്ല. കല്യാണം കഴിച്ചിട്ടുള്ളതാന്ന്. ഞാൻ കല്യാണം കഴിച്ചു. പക്ഷെ എന്റെ ഭാര്യ
ഒരു തേങ്ങോട്ടുകാരനായിട്ട് ഒളിച്ചോടി പോയി. പാപ്പ കരയല്ലേ പാപ്പ, എന്റെ പാപ്പ കരയല്ലേ ആ വിഷമം കാണുക, തേങ്ങോട്ട് എന്നോട് പോയില്ലേ, വിഷമം കാണും. ഭാര്യ പോയതല്ലേ? ഭാര്യ പോയതല്ല, വീട്ടിൽ അരയ്ക്കാൻ ഒരു തേങ്ങയില്ല. അതെന്ത് പറ്റി? ഉള്ള തേങ്ങോട്ടുകാരനല്ലേ അവള് വിളിച്ചോണ്ട് പോയേ. ഞാൻ ഇവിടെ നിന്ന് തേങ്ങ എടുത്ത് അരക്കേ. പാപ്പ ഈ സദ്യയിൽ പായസമൊക്കെ കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ശരീരവേദന, ക്ഷീണവും. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. നിനക്ക് സദ്യ കഴിച്ചതിന്റെ ക്ഷീണമല്ല, എനിക്ക് മനസ്സിലായി നിന്റെ ക്ഷീണം എന്താണെന്ന്. ആ പെണ്ണ് അവിടെ ഇരിക്കട്ടാ, നിനക്ക് എന്തോന്നാ ഇവര് ആദ്യം വഴി തരട്ടാ. ഉപദ്രേച്ചി ഓ, വഴി കൊടുക്കണേണ് നല്ലത്, ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. എവിടെന്നാ ഒരു വിഗ് ഒപ്പിച്ച് വന്നിരിക്കും. നീ അവനെ വിട്ടിട്ട് പോ. 55 വയസ്സായി, സത്യമാണ് ഞാൻ പറയാം. വഴി കൊടുക്കണേണ് നല്ലത്. അയ്യോ വെട്ടോത്തി ഓടിഞ്ഞ അയ്യോ. ഒറ്റ വെട്ടിന് അക്കാ സംഭവേ. ഓ, നമുക്കേ ഞാൻ അങ്ങോട്ട് വരുന്നോണ്ട് കുഴപ്പമുണ്ടോ? വെട്ടോ. അവൻ വന്ന കാലിയാൻ വെട്ടും. സംഭവം വേറൊന്നല്ല, ഒരാളുടെ ജീവിതമല്ലേ നമുക്ക്. ആനടാ, പക്ഷെ അവൻ കാണിച്ചത് എന്റെ മോനെ. അല്ല അത് വേണ്ട, അതവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല. മനസ്സിലായി, കാര്യം മനസ്സിലായി. സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നവരില്ല. അപ്പൊ നമ്മളെ കൊണ്ട് നല്ല മനസ്സുള്ളവർ എന്ത് ചെയ്യും? അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യം കളിച്ചു കഴിഞ്ഞാൽ എനിക്കും എന്റെ ദേഷ്യം വരും. ചെറുക്കനും പെണ്ണിനും പോണം. അതെന്റെ സ്വഭാവം. മാറി കൊടുത്തേ പറ്റൂ. ആ വേലി മാറ്റി കൊടുത്താൽ വെട്ടില്ല, സംസാരിച്ചാൽ മതി. സംസാരമുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ വെട്ടരുത്, കേസാവും. ചെയ്യോടാ. നീ ചെയ്യരുത്. ഞാനത് ചെയ്യില്ല. പാപ്പ എനിക്കറിയാം, ചെയ്യും. പാപ്പ ചെയ്യരുത്. അയ്യോ, അതിട്ട് വെട്ടിക്കഴിഞ്ഞാൽ മടല് കയറൂല. ഇത് പിടി, അത് വലിയ വാളല്ല. അതേ കളാക്ക, അതേ കള. അപ്പുറത്ത് വല്ലതും പോയി വാടകയ്ക്ക് വീടെടുത്ത് ജീവിക്കണം. നീ ഇവിടെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു? പിന്നെ എന്നെ ഇപ്പൊ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു? എന്ത് നീ എന്നെ തല്ലോ? ഇത് തല്ലു. നീ ഇവിടെ വന്നിട്ട് സുഭദ്രയമ്മ തല്ലിട്ട് പോ. ആവശ്യമില്ല. നീ എന്നെ തല്ലോടാ. അതെ സുഭദ്രയമ്മ, ഞാൻ ഒരു കാര്യം പറയണം. എന്റെ കല്യാണം കഴിഞ്ഞാണ്, ഞാൻ എന്നെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഞാനും എന്റെ പെണ്ണ് ഇതൊഴി പോവുകയും ചെയ്യും. നിങ്ങൾക്ക് പോലെ ചെയ്യാണെ ചെയ്തതാ. ഇവിടെ ഇങ്ങനെ ഒരു പോച്ചിലുണ്ടാടാ. നല്ല പോച്ചിലുണ്ട്. ഈ ചെവിയിൽ ഇവിടെ നിന്നൊരു ഞരമ്പ് വലിച്ചിലുണ്ട്. വലിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ തല്ലിന്റെ ഒരു പ്രത്യേകത. അതങ്ങനെ പാപ്പനറിയാം. ഒരു കാര്യം പറഞ്ഞെന്ന് അത് മനസ്സിലാക്കണമെന്നല്ല, അത് എങ്ങനെ അറിയാം, ഏത് വിധേന അറിയാം. മാറിക്കളഞ്ഞോട്ട്. ആരിപ്പോ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞതേ അവർക്ക് ചെറുക്കനും പെണ്ണിനും വഴി കൊടുക്കണം. പിന്നെ തല്ലിട്ട് പോവിടുന്നു. സുഭദ്രയെ തല്ലിട്ട് പോവോ? നീ തല്ലിട്ട് പോവടാ. പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുന്നോടാ നീ. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിനക്കെത്ര കളവാ? നിങ്ങൾക്ക് എന്തടി കളവി? നിനക്കെത്ര കളവാ? ഒരു മര്യാദ എന്ന് പറഞ്ഞു സ്വാമി. വായ്പളം നിൽക്കാതെ പെണ്ണിനെ വിളിച്ചോടെ പോകാൻ നോക്കടാ. കാറിലെടുത്തേട്ടാ. ചുമ്മാ നമ്മളെ ഒരു മര്യാദ എന്നൊരു സംഭവം ഒരു എത്രയും നമ്പർ സഹിക്കും. നിങ്ങൾ പോവേണോ? നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ തേങ്ങോട്ടണ്ട് ഒളിച്ചോടി പോയെന്ന്. എന്റെ ഭർത്താവും പിണങ്ങി ബോംബെയിൽ പോയി. അവരൊരു ജീവിതാവാൻ പോവുകയാണല്ലോ. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വേലിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിക്കാം. സുഭദ്രേക്കു, ഓ, ഒരു കാര്യം പറയുന്നോണ്ട് വേറെ തോന്നില്ലേ? പറഞ്ഞോളൂ. പട്ടിണിയാണെന്ന് വിചാരിച്ച ആരും പാറക്കല്ലിട്ട് കടിക്കൂല. ഞാൻ പോകും.